മലയാള സിനിമയുടെ കാരണവർ നടൻ മധു ഇന്ന് 92ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. 1933 സെപ്റ്റംബർ 23-നാണ് മധുവിൻ്റെ ജനനം. പ്രായാധിക്യത്തെ തുടർന്ന് തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി വീട്ടിൽ വിശ്രമത്തിനാണ് താരമിപ്പോൾ. ഹിന്ദി അധ്യാപകനായാണ് മധു പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് നാടകത്തിലൂടെ സിനിമയിലേക്ക്. രാമു കാര്യട്ട് സംവിധാനം ചെയ്ത് 1965 പുറത്തിറങ്ങിയ ചെമ്മീനിലെ പരീക്കുട്ടി എന്ന കാമുക വേഷത്തിലൂടെയാണ് മധു മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയെടുത്തത്. നായകൻ, വില്ലൻ, സഹനടൻ എന്നീ റോളുകളിലെല്ലാം മധു തിളങ്ങി. ഓളവും തീരവും, ഏണിപ്പടികൾ, ഭാർഗവീ നിലയം, ഇതാ ഒരു മനുഷ്യൻ, ഹൃദയം ഒരു ക്ഷേത്രം, ജീവിതം, പ്രായ്ക്കര പാപ്പാൻ, നരൻ എന്നിങ്ങനെ 400-ലേറെ ചിത്രങ്ങളിൽ മധു അഭിനയിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും മധുവിനെ മധുസാർ എന്നാണ് വിളിക്കുന്നത്. ആ വിളിയിലുണ്ട് മലയാള സിനിമയ്ക്ക് മധു ആരാണെന്ന്. സംവിധായകൻ, നിർമ്മാതാവ് എന്നീ റോളുകളിലും മധു തിളങ്ങി. 12 സിനിമകൾ സംവിധാനം ചെയ്തു. 15 ചിത്രങ്ങൾ നിർമ്മിച്ചു. 2004 സംസ്ഥാന സർക്കാർ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. 2013 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. മമ്മൂട്ടിക്കും മോഹൻലാലിനും മുൻപുള്ള സൂപ്പർ താരമാണെങ്കിലും ഇരുവർക്കും പത്മ പുരസ്കാരം ലഭിച്ച് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് മധുവിന് പത്മശ്രീ ലഭിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മൈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി മധുവിന് എല്ലാ വർഷവും പിറന്നാൾ ആശംസകൾ നേരുന്നതെന്ന കൗതുകവുമുണ്ട്. ചെമ്മീനിൽ അഭിനയിക്കാൻ മധുവിന് അന്ന് ലഭിച്ച പ്രതിഫലം വെറും 2000 രൂപയാണ്. മധുവിൻ്റെ യഥാർത്ഥ പേര് R. മാധവൻ നായർ എന്നും.